ഗൗതമേ, ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ ഷിംജിത എന്ന ഒരു യുവതിയെ വല്ലാണ്ട് കടന്നാക്രമിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റുകളൊക്കെ വരുന്നു. അപ്പം അതിന് കാരണമുണ്ട്. ദീപക് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇവരിങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദീപക് ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം, പീഡന ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹം പീഡിപ്പിക്കുന്നു, അതായത് ഒരു ബസ് യാത്രയിൽ അദ്ദേഹം ചില ചേഷ്ടകൾ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിംജിത എന്ന പെൺകുട്ടി ഒരു വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ വളരെ എന്താ പറയുക, ടെക്നിക്കലി അല്ലെങ്കിൽ വളരെ കഴിവോടുകൂടി പെർഫെക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരനെ ഒരു ഞരമ്പ് രോഗിയായി ചിത്രീകരിക്കാനുള്ള ശ്രമവും നടത്തുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാരൻ നിഷ്പക്ഷനാണ്, തനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് പറഞ്ഞതായിട്ടൊക്കെ പറയുന്നുണ്ട്. എടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ. അപ്പോൾ കൂട്ടുകാർ പറയുന്നത് അയാൾ അങ്ങനെയുള്ള ഒരാളല്ല. കാര്യം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യാത്രകൾ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ യാത്രകൾ പോകുന്ന ഒരു ആളാണ്. അങ്ങനെ അത് അന്ന് രാത്രി അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് ആർക്കായിരുന്നാലും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടാവും. അതിപ്പോൾ ഭാര്യയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താകാം. ആ സുഹൃത്തിനോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നാളെയും കൂടി ജീവിച്ചിരിക്കണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആ ചെറുപ്പക്കാരന് ഇത്തരത്തിലൊരു മാനസിക വേദന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാർ വിളിക്കും. അവർ നമുക്ക് തരുന്നൊരു സൊല്യൂഷനായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്ന ഇതാകുന്നത്, ഒരു ആത്മധൈര്യമാകുന്നത്. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ വിളിക്കുമ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞ്, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തിനാ കാര്യമാക്കുന്നത്, കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഈ വീഡിയോ അങ്ങ് ഒത്തിരി വൈറലായി കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ശരിക്കും താനതിൽ നിഷ്പക്ഷനാണ്, എന്തിനിങ്ങനെ പല ആംഗിളിലൊക്കെയുള്ള വീഡിയോ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ അങ്ങ് വെളിവാക്കാൻ കഴിയുന്നില്ല. താൻ ഇത് ചെയ്തത് താനല്ല, തനിക്കത് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വെളിവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തോട് ഇങ്ങനെ കുറ്റാരോപിതരായിട്ടുള്ള നിരവധി പുരുഷന്മാർ തങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് അടുത്തറിയുന്നവരോട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോട് പറയുമ്പോഴും അവർ കണ്ണടയ്ക്കും. ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, അത് നീ കാട്ടിയെങ്കിൽ നീ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസിക വ്യഥയുണ്ട്. ആ മാനസിക വ്യഥയിൽ ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായി പുറപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഞാൻ അറിയുന്ന ഒത്തിരി പേര് ഈ സമൂഹത്തിലുണ്ട്. അത് അയാളുടെ ഒരു ഭാഗ്യമായിരിക്കാം, അയാളുടെ ഒരു നിമിത്തമായിരിക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ ആത്മഹത്യയുടെ വക്കിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുമ്പോൾ തനിക്ക് പറയാനുള്ളത് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ പറയേണ്ടത് കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നുള്ളൊരു വ്യഥയാണ് അയാൾക്കുണ്ടാകുന്നത്. താൻ നിഷ്പക്ഷനാണ്, താൻ അതിലൊരു കുറ്റക്കാരനല്ല, ഇത് വളച്ച് കെട്ടിയതാണ് എന്ന് അയാൾ പറയാൻ ശ്രമിക്കുമ്പോൾ കേൾക്കേണ്ടവർ കേൾക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ 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 ഭയങ്കരമായ വേദനയാണ്. ആ വേദനയുടെ ഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വേള എന്നോട് കുറച്ചു മുമ്പ് ഗൗതം ചോദിച്ച പോലെ ഈ പറയുന്ന ഷിംജിത എന്ന സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ഒരു പീഡനം, ഇപ്പം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന MLA വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരുന്ന പരാക്രമം, അതിൽ ജെന്യൂനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്താം. പക്ഷേ അതും നമ്മൾ അത് വേണ്ടതാണെങ്കിൽ കൂടെ നിൽക്കും. അപ്പോൾ സത്യത്തിൽ ഗൗതം ഈ പറയുന്ന പോലെ ആ പുരുഷന് സത്യം പറയാൻ കഴിയാതെ പോയതിൽ, അല്ലെങ്കിൽ ഈ സമൂഹം കാണാതെ പോയതിലുള്ള മനോവ്യതയല്ലേ ആത്മഹത്യക്ക് കാരണം? ചെറുപ്പക്കാരായ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള നിസ്സാരപ്പെട്ട വിഷയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള വിഷയം എനിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനെയൊക്കെ വളരെ സില്ലി ആയിട്ടാണ് കാണുന്നത്. ഇതൊക്കെ വളരെ സില്ലിയും നിസ്സാരമായിട്ടുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഈ ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ രോഗമായിട്ട് മാറി തീർന്നിരിക്കുകയാണ്. ഇത് വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. തൻ്റെ ഭാഗത്താണ് ശരി എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, താൻ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരും ആത്മഹത്യ ചെയ്യേണ്ടത് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദീപക് ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ്. ഈ ആത്മഹത്യ ഇദ്ദേഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ ഞാൻ ശരിക്കും ദുഃഖിതനാണ്. ആ കുടുംബത്തിന്റെ ആ വേദന, അമ്മയുടെയൊക്കെ കരച്ചിലും
മകനാണ് ഏക അത്താണി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരാൾ ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുക. ഇവിടെ പീഡകരായിട്ടുള്ള, കൊടും പീഡനം ചെയ്തിട്ടുള്ള, ക്രൂര പീഡനം ചെയ്തിട്ടുള്ള, ക്ലബ് 7-ലൊക്കെ കയറിയിട്ട് അതിക്രൂര പീഡനം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ചായ ഊതി ഊതി കുടിക്കുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് ഇവരൊക്കെ കണ്ടുപഠിക്കണം. ഇങ്ങനെയുള്ള പൊതുജനം കണ്ടുപഠിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം മനോധൈര്യം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ മനോധൈര്യം ഉണ്ടാവണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ആ ഒരു സമയത്താണ് താങ്കളുടെ ഉപപ്രയോഗത്തിൽ കൊള്ളാം. ആ ഉപമ അത്തരത്തിൽ വേണം നിൽക്കേണ്ടത് എന്ന് പറയുന്ന ഉപമ ഞാൻ സമ്മതിച്ചു ചേട്ടാ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ജയിലിലാണ്. അയാൾ ഒരു ബലാത്സംഗം ചെയ്തു, അതിക്രൂരമായി. ആ പെൺകുട്ടിയുടെ പരാതി നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്ലബ് 7 ഹോട്ടലിൽ അതിക്രൂരമായിട്ടാണ് ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ബലാത്സംഗ പരാതി കൊടുത്തു. ഇത്തരം വലിയ പരാതി കൊടുത്തിട്ടുള്ള, നാളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ട ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഹൂ കെയർസ്? ആ ഹൂ കെയർസ് എന്ന് പറയുന്ന സാധനം കളിയാക്കപ്പെടേണ്ടതല്ല. അത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഹൂ കെയർസ് ചിലപ്പോഴൊക്കെ മനോധൈര്യം തരും, ചിലപ്പോഴൊക്കെ നല്ല ഒരു കാര്യവും കൂടിയാണ്. അപ്പോ ഈ ദീപക് എന്ന് പറയുന്ന ആള് ഹൂ കെയർസ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി പിടിച്ചുകൊണ്ട് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ആത്മഹത്യയല്ല ഒന്നിനുമുള്ള ഒരു പരിഹാരം. അത് വെറും വിഡ്ഢിത്തമാണ് എന്ന് ഇവിടുത്തെ ഇൻഫ്ലുവൻസർമാർ പറയില്ല. കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള റീച്ച് കിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പല ഇൻഫ്ലുവൻസർമാരും പറയില്ല. ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഈ ഇൻഫ്ലുവൻസർമാരെന്നൊക്കെ പറയണത്, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് അവിടെ ആരും ഇൻഫ്ലുവൻസർമാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വായിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിലും നമ്മുടെ വീട്ടുകാർ പറഞ്ഞു തരുന്ന നല്ല നല്ല കാര്യങ്ങളിലും ചീത്തയിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുന്ന സ്വയം ഞങ്ങളാണ് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ളത്. അല്ലാതെ വല്ലവനും പറയുന്ന കേട്ട്, ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു വേഷം കെട്ടൽ പറയുന്ന കേട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ, ഇപ്പം ഗൗതമിൻ്റെ അച്ഛൻ്റെ കാലഘട്ടം, എൻ്റെ കാലഘട്ടം, എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വെറും ക്ലീഷ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞോളൂ. ഇവിടുത്തെ വിഷയം എന്താ? ഇതിപ്പോൾ ചർച്ച ചെയ്യുന്ന ആളുകൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാ? കുറേ പേര് ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സ്ത്രീകൾ, അവരെയൊക്കെ വായിൽ കൊള്ളാൻ വിധത്തിലുള്ള അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള പല ഇൻഫ്ലുവൻസർമാരും ചീത്തയും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ. ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല പോസ്റ്റുകളും ഫേസ്ബുക്കിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലിപ്പം ഫേമസ് ആയിരിക്കുന്നത് അത്തരത്തിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ തെറി വാങ്ങിക്കൂട്ടുന്ന ഒരു പെൺകുട്ടിയാണ് ശ്രീലക്ഷ്മി അറക്കൽ. അവരുടെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അതിലൊരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾക്ക് ആ സമയത്ത് തെളിവും ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ കിടന്നു കൊടുത്ത് എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത്. കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? വാലിഡ് പോയിന്റ് ആണ്. അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണ് എന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തെ സ്പർശിക്കില്ലായിരുന്നു. ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ്. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റ് മനസ്സിലാകും. ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർ കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാതെ പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന്. ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ.
അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. അവരെ അറഞ്ചം പുറഞ്ചം നാട്ടുകാർ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പല ഭാഷകളൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് അതൊരു പ്രധാനപ്പെട്ടുള്ള പോയിന്റാണ്, ആ ആംഗിൾ കൂടി നമ്മൾ കാണണം. അതായത് അവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്തുറപ്പാണ് നമ്മൾക്കുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ വേദനിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തുറപ്പാണ് നമ്മൾക്കുള്ളത് എന്നുള്ളതൊരു വാലിഡ് പോയിന്റ് ആണ്. ഇവിടെ ഈ ഷിംജിത എന്ന് പറയുന്നത് ഇതിനെ വർഗീയവൽക്കരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഷിംജിത അറക്കർ ഒരു ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ഒരു UDF പ്രവർത്തകയാണ് എന്നതൊക്കെ കൊണ്ട് ഇതിനെ വളരെ ആ രീതിയിൽ വർഗീയപരമായിട്ട് ചിത്രീകരിച്ച് അവരെ ഒരു രീതിയിൽ ഒതുക്കാനായിട്ടുള്ള ഒരു ശ്രമം വളരെ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഇപ്പോൾ ഒരു BJP പ്രവർത്തകനാണെന്ന് ചില മാധ്യമങ്ങളൊക്കെ അവകാശപ്പെടുന്ന ഒരാള് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ വന്ന് പ്രതികരിച്ചു. അയാൾ പറഞ്ഞത്, ഇങ്ങനെ വ്യാജ പരാതി നൽകി പെടുത്തുന്ന സ്ത്രീകളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ ജയിലിൽ പോകണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള റിയാക്ഷനാണ് ഇതിനെതിരെ വരുന്നത്. വളരെ അപകടമാണ്, വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള എന്ത് ഉറപ്പാണ് നമ്മൾക്കുള്ളത്? എനിക്ക് ആ വീഡിയോ ഞാൻ കണ്ടു, പലരും ആ വീഡിയോനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ആ വീഡിയോ ആ ഷോർട്ടായിട്ട് മാത്രമാണ് കണ്ടത്. അയാൾ ഈ പറയുന്നത് പോലെ അയാളത് അവരുടെ ബ്രസ്റ്റിൽ എന്തായാലും ഇയാൾ പോയിട്ട് തട്ടുന്നുണ്ട്. ഇത് ആ സ്ത്രീ അവിടെ അടുത്ത് വന്ന് തട്ടിയതാണ് എന്നൊക്കെയാണ് പലരും പറയുന്ന വ്യാഖ്യാനം. അതെന്തോ ആവട്ടെ, അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിലേക്ക് കയറുമ്പം പൊതുവെ ഇപ്പം പുരുഷന്മാർക്ക് ഒരു തരത്തിലുള്ള ഭയമുണ്ട്. അടുത്ത് നിൽക്കുന്നത് സ്ത്രീ ആണെങ്കിൽ അറിയാതെ എങ്ങാനും വല്ല കുലുക്കലോ അല്ലെങ്കിൽ വല്ല തിരക്കിലോ കയ്യോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇവർ പ്രശ്നമാക്കി മാറ്റുമോ എന്നുള്ള ഭയം ഒരുപാട് പുരുഷന്മാർക്കുണ്ട്. അപ്പം ഇത് രണ്ട് കേസുണ്ട് ഇതിൽ. ഒന്നിക്കൽ നിങ്ങൾക്ക് ഇന്റൻഷനലോടുകൂടി ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കാം, അഭിനയിച്ചുകൊണ്ട് സ്പർശിക്കാം ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. മറ്റൊന്ന് എന്ന് പറയുന്നത് അറിയാതെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ അവരുടെ മാറിടത്തിലൊക്കെ അറിയാതെ മുട്ടുകയോ അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും ബോഡി പാർട്സിൽ മുട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്റൻഷനും ഇല്ല മനഃപൂർവ്വം മുട്ടണമെന്ന്, പക്ഷെ മുട്ടിപ്പോയിട്ടുണ്ടാവും. ഇത് ഈ സ്ത്രീ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നുണ്ടാവുക? മനഃപൂർവ്വം എൻ്റെ ദേഹത്ത് വന്ന് മുട്ടിയതായിരിക്കുമോ എന്നായിരിക്കും ഒരു പക്ഷേ ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാവുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താ, എന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് വ്യാജ പരാതിയാണ് അല്ലെ? കാരണം എന്റെ ഉള്ളിൽ ആ സ്ത്രീയുടെ മാറിടത്തിൽ മുട്ടണമെന്നോ അവരുടെ വേറെ ഏതെങ്കിലും നിതംബത്തിൽ മുട്ടണമെന്നോ ഒന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മുട്ടിപ്പോയി, അറിയാതെ മുട്ടിപ്പോയി, ബാഗ് എടുക്കാൻ നോക്കുന്നു, അറിയാതെ മുട്ടിപ്പോയി. അപ്പോ എനിക്കറിയാം അത് ഞാൻ മനഃപൂർവ്വമല്ല അത് ചെയ്തത് എന്ന്. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യാജ പരാതിയാണ്, അത് വ്യാജ പരാതിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു ഈ മുട്ടുമ്പോൾ ഈ ദീപക്കിന്റെ ഉള്ളിലുണ്ടായിരുന്നത്? ഇയാൾ അഭിനയിക്കുകയായിരുന്നോ? അദ്ദേഹം മനഃപൂർവ്വം മുട്ടുകയായിരുന്നോ? അദ്ദേഹം അറിയാതെ തന്നെ കൈ കൊണ്ടുപോയതാണോ? നമുക്കറിയോ? എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാനേ പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്നിരിക്കെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് നിലവിൽ സാധിക്കില്ല. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ചേട്ടനടുത്ത് പറഞ്ഞു. അതായത് ഗൗതം, ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒരേപോലെ പറയാൻ പാടില്ല. ഇപ്പൊ എല്ലാ പുരുഷന്മാരും പിന്നെ വാഹനത്തിൽ, ഇപ്പൊ ഞാൻ യാത്ര ചെയ്യാറുണ്ട്, ഗൗതം യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ സ്ത്രീകളെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഈ പറയുന്ന ഷിംജിത ഇങ്ങനെ പറഞ്ഞു, അതിന് വ്യാജ പരാതിയാണെങ്കിൽ അങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്ന ഷിംജിതമാരൊന്നും ഇല്ല. ഇപ്പൊ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പറ്റിയത് തീർത്തും അദ്ദേഹം അറിയാതെ തട്ടിയത് എന്നുള്ളതിന്റെ വ്യസനമാണ്. ഈ പറയുന്ന വീഡിയോ ഞാൻ എൻ്റെ കേട്ടറിവ്, കാര്യം ഞാൻ കോഴിക്കോടുകാരനായ എൻ്റെ സുഹൃത്തിനെ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ അയാളൊരു എഡിറ്ററും കൂടെയാണ്, ക്യാമറമാനും എഡിറ്ററും കൂടെയാണ്. അയാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് നന്നായിട്ട് എഡിറ്റിംഗ് വർക്കും നടന്നിട്ടുണ്ട്.
എഡിറ്റിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരൊരു പ്രത്യേക കഥാപാത്രം എന്നാണ് പറയുന്നത്. വെച്ചാൽ ഇത് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഈ ബ്ലോഗിങ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ടെക്നിക്കൽ സൈഡ് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഇപ്പോൾ ഉദാഹരണം പറയാം, ഇതൊരു നല്ല കപ്പാണ്, ഈ കപ്പിൽ ചായ കുടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും, ഗൗതം ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഈ വ്ളോഗർമാരെന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ കപ്പ് നല്ല കപ്പ അല്ല, ഇത് മോശമാണെന്നൊക്കെ പറയാനായിട്ടൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇത് വളരെ ഇത് എന്തോന്ന് കപ്പ് കാണാനൊന്നും കൊള്ളത്തില്ല, ഇവിടെ ഓരോരുത്തരും ഇപ്പോൾ ഇത് വലിയ അങ്ങനത്തെ കപ്പാണ് ഇങ്ങനത്തെ കപ്പാണെന്നൊക്കെ പറയുന്നു എന്ന രീതിയിൽ ഒരു നല്ല കാര്യത്തിനെ വളച്ചൊടിക്കാൻ ഈ വ്ളോഗർമാരെ കൊണ്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹീറോ ഹോണ്ട CD100SS എന്ന് പറയുന്ന ഒരു പഴയ സ്കൂട്ടർ എന്ന് പറയുക. ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഉള്ള പെട്രോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ചിലപ്പോൾ 90 വരെ മൈലേജ് കിട്ടും, നല്ല വാഹനമാണ്. അതിന് വേണമെങ്കിൽ പറയും അതിൻ്റെ എഞ്ചിനൊന്നും അത്ര കൊള്ളത്തില്ല. അപ്പോൾ വേണമെങ്കിൽ ആ വണ്ടി എന്നുകൊണ്ട് പറയും ഈ വണ്ടി പഴയ വണ്ടിയാണ്, കുറേ പേർ ഉപയോഗിച്ചിരുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നമ്മൾ കാണുന്ന ഒരു നല്ല വശത്തിന് ചീത്തയാക്കി കാണും. ഗൗതം തന്നെ ഒരു സിനിമ കണ്ട ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബാ അല്ലെ, അദ്ദേഹത്തിന്റെ ദിലീപിന്റെ പടം ഭയം ഭക്തി ബഹുമാനം, ഈ സിനിമയെക്കുറിച്ച് ഏതാണ്ട് ഒരു ആറാട്ട് വീരൻ അങ്ങനെ ഏതോ പറഞ്ഞ് ഇവിടെ ഏതോ ഒരു നിരൂപകനുണ്ടല്ലോ. അപ്പൊ ആ സിനിമയുടെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരു നടൻ അഭിനയിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരു തിരക്കഥാകൃത്ത് കഥ എഴുതുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ വ്ളോഗർമാർ അതിനെ അവരുടെ സ്വന്തം വിരോധം തീർക്കുന്ന രീതിയിലേക്കും മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മാറ്റിയെടുക്കാൻ നോക്കരുത്. ഒന്നാമത്തെ കാര്യം, ഒരു ജെന്യൂനിറ്റിയും പ്രകടിപ്പിക്കാതെ തീർച്ചയായിട്ടും കേവലം വ്യൂവേഴ്സിന് വേണ്ടി മാത്രം തീർച്ചയായിട്ടും ഒരു സത്യസന്ധതയും പ്രകടിപ്പിക്കാതെ കാര്യങ്ങളെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് വ്ളോഗർമാരും ഇൻഫ്ലുവൻസർമാരും നമ്മളുടെ നല്ല പത്തല് വെട്ടിയിട്ട് അടിപൊട്ടിക്കണം സോഷ്യൽ മീഡിയയിലുണ്ട്. ഇവർക്കൊക്കെ അതിമനോഹരമായിട്ട്, ഇവരൊക്കെ വളരെ ബ്രില്യന്റ് ആണ്. കാരണം അതിമനോഹരമായിട്ട് ജനങ്ങളെ പറ്റിക്കാനും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇവർക്കൊക്കെ കഴിവുണ്ട് എന്നുള്ളതാണ്. ആ കഴിവിനെ തീർച്ചയായിട്ടും അഭിനന്ദാർഹമായിട്ടുള്ള കഴിവാണത്. അതൊരിക്കലും മോശമായിട്ടുള്ള ഒരു കഴിവല്ല. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കഴിവാണ്. അത്തരത്തിലുള്ള കഴിവ് നമ്മളുടെ യുഗത്തിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ഉണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ടും ഉണ്ട്. ഇതിലിപ്പോ ഈ ദീപകിന്റെ ഈ ആത്മഹത്യയിൽ വല്ലാതെ അങ്ങ് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊക്കെ ശരിക്കും വിഷമം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞ എന്റെ തോന്നൽ, അതെ, പല ആളുകൾക്കും ശരിക്കും വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. അപ്പോ ഇതില് എനിക്ക് പറഞ്ഞു നിർത്തുമ്പോ അതാ പറയാനുള്ളത്, ആത്മഹത്യയല്ല ചേട്ടാ ഒന്നിനും പരിഹാരം. ഇത്തരം നിസ്സാരപ്പെട്ട, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നിസ്സാരപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇവിടെ ഈ ഷിംജിതയുടെ കാര്യം പറഞ്ഞു. ഇവര് എന്തിനാണ് ഈ വിഷയം ചിത്രീകരിച്ച് റീൽസ് ആക്കി ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹ മാധ്യമങ്ങളിലോ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യത്താണ്? ഇവർക്ക് യഥാർത്ഥത്തിൽ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്താ പറയാ, പോലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പരാതി കൊടുക്കാൻ. ഈ മെന്റാലിറ്റി എവിടെ നിന്നാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലും റീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമായി തീരും എന്നുള്ള തോന്നല് ഈ നാട്ടിലെ ഒരുപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഷിംജിത എന്ന് പറയുന്നത്. അപ്പൊ അവരെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് എന്തായാലും പറ്റില്ല. പലരും ചെയ്യുന്നത് പോലെ ഷിംജിതയെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത വളരെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ലീഗുകാരിയാണ് എന്നതിന്റെ ഒരു വെറുപ്പും കൂടി വെച്ചുകൊണ്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നില്ല. അത് തെറ്റാണ്. ഈ ഷിംജിത എന്ന് പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഷിംജിതയുടെ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഷിംജിതയിലും വന്നുപോയി. അത് തന്നെയാണ് കറക്റ്റ്, അതാണ് സത്യം. പിന്നെ ഒന്നുകൂടെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ ബ്ലോഗർമാര് ആധികാരികമായി പറയുകയാണ് എന്നൊക്കെ ഒരു ഇപ്പൊ വന്ന് ഇപ്പൊ അങ്ങനെ ആയല്ലോ. ഞാൻ ഈ ബ്ലോഗർമാർ ഞാനൊന്നും കാണാറില്ല. ഞാനൊരു ഇൻഫ്ലുവൻസർ ആരുടെയും വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഗൗതം, ഒരു കാര്യം, താങ്കളൊരു നാടക പ്രവർത്തകനാണ്, താങ്കൾക്ക് സിനിമ ഇഷ്ടം, സിനിമ പഠിക്കുന്ന ഒരാളാണ്, സിനിമ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഞങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി, MDയുടെ സുഹൃതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, MDയുടെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത സിനിമ, ഞാൻ ഉദാഹരണം പറയുകയാണ്. അതിനെക്കുറിച്ചൊരു റിവ്യൂ വരുന്നു, കലാകൗമുദിയിലാണ് വരുന്നത് അല്ലെങ്കിൽ മാതൃഭൂമിയിലാണ് വരുന്നത്. MDയുടെ തിരക്കഥ, മമ്മൂട്ടിയുടെ അഭിനയം, അത് വായിച്ചാൽ മതി, ആ റിവ്യൂ കണ്ടാൽ മതി. അതിലും ചിലപ്പോൾ മോശവശവും നല്ല വശവും ഒക്കെ പറയുമായിരിക്കും, പക്ഷെ അതിനൊരു ആധികാരികത ഉണ്ടായിരുന്നു. അത് കണ്ട ശേഷം നമ്മൾ സിനിമയ്ക്ക് പോകും. അപ്പൊ അതിനൊക്കെ ഒരു ആധികാരികത അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ വന്ന് ഈ പറയുന്ന, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും
വ്ളോഗ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഇൻഫ്ലുവൻസർ സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. അല്ല, നമ്മൾ അങ്ങനെ അതിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. എനിക്കറിയില്ല, എന്റെ തലമുറ എനിക്ക് എന്റെ ആവശ്യമില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരും അല്ലെ ഒരുപാട് വ്ളോഗർമാരുണ്ട്. അതല്ല, ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു, ഇവിടെ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ബസ്സിൽ കാണിച്ചു കൂട്ടിയ വേലത്തരം, ആ വേലത്തരം സമൂഹം അറിയുന്ന എങ്ങനെയാ? ആ പെണ്ണിന്റെ പേരെന്താന്ന് എനിക്കറിയാൻ പാടില്ല. തീർച്ചയായിട്ടും എന്തോ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് പറയല്ലേ, ആ പെണ്ണ് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാസട എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വീഡിയോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വലിയ എന്തോ സംഭവമായി. വീണ്ടും അയാള് പിടികൂടി. ഈ പെണ്ണുങ്ങൾ ഇപ്പൊ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ഈ ഷിംജിതയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കത് ഓർമ്മയുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ വ്ളോഗർമാരും അല്ലെങ്കിൽ പോട്ടെ ഇങ്ങനെ വീഡിയോ അവരെടുത്തല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നോർത്ത് ഒരു 2-3 മാസത്തിന് മുമ്പ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി വീട്ടിൽ പോകാനായിട്ട് ട്രെയിനിൽ കയറുന്ന അവസരത്തിൽ പുറകിൽ നിന്ന് ഒരാൾ അനാവശ്യമായി ഇങ്ങനെ കൈ ഇങ്ങനെ കറക്റ്റ് ഇട്ടത് ആ പെൺകുട്ടി കാണുന്നു, അവൾ സധൈര്യം പിടിക്കുന്നു, അവൻ ഇറങ്ങി ഓടുന്നു. അത് മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അത് ജെന്യൂനായിട്ടുള്ള കാര്യം തന്നെയാണ്, പിടിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, പെൺകുട്ടികൾ പ്രതികരിക്കുന്നത് നല്ലത് തന്നെയാണ്. പെൺകുട്ടികൾ പ്രതികരിക്കണം, ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ കയ്യോടെ പിടിക്കണം. പക്ഷേ നമ്മൾ ആൺവർഗത്തിന് മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് എല്ലാവരും ഞരമ്പ് രോഗികളാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പെൺകുട്ടികളെ എല്ലാവരും കുഴപ്പക്കാരെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിർത്തുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അറിയാതെ ഒരു പക്ഷേ സ്ത്രീയുടെ നിതംബത്തിലോ അല്ലെങ്കിൽ മാറിടത്തിലോ പുരുഷന്റെ കയ്യോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ അറിയാതെ തട്ടിപ്പോയെന്നിരിക്കാം. തിരക്കുള്ള ബസ്സോ അല്ലാത്തുള്ള ബസ്സോ ഒക്കെ. ഇത് ഒന്നിക്കിൽ മനഃപൂർവ്വം തട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിയാതെ തട്ടിപ്പോയതായിരിക്കാം. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്, ഇയാൾ മനഃപൂർവ്വം തട്ടിയതാണോ അല്ലെങ്കിൽ അറിയാതെ തട്ടിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിലവിലില്ല എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതെ, വ്യക്തത നിലവിലില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയതാണോ എന്ന് നോക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇവിടെയുള്ള പല ഇൻഫ്ലുവൻസർമാർ പറയുന്നത് പോലെ ഈ ഷിംജിതയെ ചീത്ത വിളിക്കാൻ, ഇവരെ തെറി വിളിക്കാനൊന്നും ദയവായിട്ട് മുതിരുന്നില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ളത് കൊണ്ട് അതിന് മുതിരുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പോലീസ് കൃത്യമായിട്ട് അന്വേഷണം ഏറ്റെടുത്ത് പരിശോധിച്ച് ശിക്ഷ ആർക്കാണോ ലഭിക്കേണ്ടത് അവർക്ക് ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതൊന്നും അല്ലാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കച്ചറ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടം കാരണം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അല്ല, ആ MLA ഉദാഹരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും, അതായത് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും ഹൂ കെയർസ് എന്ന് പറഞ്ഞ് മുഖത്തൊരു പുഞ്ചിരി പ്രകടിപ്പിച്ചുകൊണ്ട് പുഞ്ചിരി പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു മനോധൈര്യം കാണിച്ച ഒരു ആളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മനോധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത്തരത്തിലുള്ള കച്ചറ കേസുകൾ ആത്മഹത്യ ചെയ്യാതിരിക്കുക. കച്ചറ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമേ അല്ല, നേരിടുക.